ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു കഷ്ണം ചേന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പപ്പായയുടെ പകുതി, പച്ച പപ്പയ്ക്കയുടെ പകുതി അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു കഷ്ണം വെള്ളരിക്കയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റുമാണ്, ഗുണകരമായ ഒരു കൂട്ടുകറിയാണ്. ഒരു വെള്ളരിക്കയുടെ ഒരു കഷ്ണം അതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു നമ്മൾ കറി വയ്ക്കുന്ന അതാണ് പച്ചക്ക, അത് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമിയത്, ഒരു 3-4 പച്ചമുളക്, ഇനി ഒരു ടീസ്പൂൺ ജീരകം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, വണ്ടികളുടെയൊക്കെ ഒരു ഹോണ്, ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 3-4 ചെറിയ ഉള്ളി, അതിലിനി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പ്രഷർ കുക്കറിൽ 3 വിസിലടിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആവിയെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് താളിച്ചു കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയപ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ധാരാളം കറിവേപ്പില, മൂന്ന് വറ്റൽമുളക് മുറിച്ചത്, ഇതിൻ്റെ കൂടെ അരമുറി തേങ്ങ തിരുമിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് മൂക്കണം, നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇരുന്ന് അവിടെ മാറ്റി വയ്ക്കുക, അതവിടെ ഇരിക്കട്ടെ. തേങ്ങ വറുത്ത അതേ പാനിലോട്ട് തന്നെ കുക്കറിലിരുന്ന് വെന്ത പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറേ കൂടി ചേർക്കുക. അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്യുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇതിലേക്കൊരു നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. അപ്പം നല്ല ഒരു ഫ്ലേവർ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ മസാലയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അങ്ങനെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും മുളകും കടുകും ഉഴുന്ന് പരിപ്പും എല്ലാം കൂടെ മൂപ്പിച്ചതാണ്, അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഷണങ്ങൾ ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ലൂസായിട്ടാണ് കൂട്ടുകറി വേണ്ടതെങ്കിൽ കുറേ കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അരപ്പ് കഴുകി ഒഴിച്ചാലും മതി. കൂട്ടുകറിയൊക്കെ മിക്സ് ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട്. തീ വളരെ കുറച്ച് വച്ചിരിക്കുകയാണ്. അന്നേരം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്, അപ്പോഴാണ് ടേസ്റ്റ്. ഇത് ഒരു 7 ചെറിയ ഉള്ളി ചതച്ചതും 2 തണ്ട് കറിവേപ്പിലയാണ്. ഇതിലേക്ക് ഇനി കുറച്ച് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൈ കൊണ്ട് നന്നായി തിരുമി ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്ത് തീ അണയ്ക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ സ്വാദ് വരുന്നത്. നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക. ഉള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് തിരുമിയിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത്, ഈ ഉള്ളിക്ക് വേണ്ടുന്ന ഉപ്പ് അതും കൂടെ ഒരു നുള്ളി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് അതിനി ഈ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീ അണച്ചു കൊടുക്കുക. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചാലിച്ചതിൻ്റെ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി മതി തീ അണച്ചു കൊടുക്കുക. ഈ ചൂടിലിരുന്ന് ഈ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വാടി വരും. നിങ്ങൾ കൂട്ടുകറി തയ്യാറാക്കുമ്പോൾ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കണം. വ്യത്യസ്തമായ ഒരു കൂട്ടുകറിയാണ്, ഒരുപാട് ടേസ്റ്റുമാണ്. അതീവ രുചികരമുള്ള കൂട്ടുകറിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേനയും പിന്നെ പപ്പയ്ക്കയും വെള്ളരിക്കയും ഒക്കെ ചേർന്ന ഒരു തനി നാടൻ കൂട്ടുകറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ ഒരു കറി വെച്ച ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരുപാട് ഹെൽത്തിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ചേരുവകളാണ് ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടുകറി അങ്ങനെ വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വ്യത്യസ്തമായ ഈ കൂട്ടുകറി അതീവ രുചികരമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. സദ്യക്കൊക്കെ ഈ ഒരു കറി മാത്രം മതി.